പുരുഷനായതുകൊണ്ട് നീതി കിട്ടുന്നില്ല, ഒന്ന്. രണ്ടാമത് പുരുഷന്മാരും വോട്ട് ബാങ്കാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും സൗജന്യ യാത്ര വേണമെന്ന്. ചിരിക്കണോ കരയണോ എന്നറിയില്ല ഇത്തരം ആളുകളെ കൊണ്ട് നമ്മൾ. എന്നിട്ട് പിന്നെ അടുത്തത് പറയാണ് ഞങ്ങളെന്താ വണ്ടിയൊക്കെ തടയും എന്നൊക്കെ. എന്നിട്ട് പറയാം ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾക്ക് വരെയും സൗജന്യം കൊടുക്കുന്നു. ഈ മഹാനൊക്കെ ബോധമില്ല. ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾ ആരും ഈ ഓർഡിനറി ബസ്സിനെ ആശ്രയിച്ചൊന്നും യാത്ര ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് വേറെ സംവിധാനമുണ്ട്. ഇത് ആർക്കാണ് ഏറ്റവും സഹായകരമാകുന്ന, സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. അതെങ്കിലും തിരിച്ചറിയാനുള്ള ശേഷിയില്ലാത്തവരോട്, അത്തരക്കാരുടെ ബുദ്ധിയോടൊന്നും പ്രതികരിക്കാൻ നമ്മൾ പോരുത്. പക്ഷേ സ്ത്രീകൾക്ക് താല്പര്യമുള്ള ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ബുള്ളറ്റ് നടക്കുന്നതിനിടയിൽ. അതുകൂടെ പറഞ്ഞേക്കാം. ഇത് ഏതൊക്കെ ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യം എന്നതിൻ്റെ ഉത്തരവ് ഇറക്കിയത്. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി. ഇത്രയധികം വണ്ടികളിൽ സൗജന്യമാണ് എന്ന്, സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണെന്ന ഉത്തരവ് ഇപ്പോൾ സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇതൊക്കെ നോക്കി, ഈ വണ്ടികളൊക്കെ നോക്കി 15-ാം തീയതി വരെ അവർ യാത്ര ചെയ്യട്ടെ. ഇത് ജൽപ്പന നടത്തുന്നവർ അവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതാം.